ചായ ഇരുന്ന് തണുക്കുന്നു. അവൾ എണീറ്റില്ലേ മോനെ? ഉണർന്ന് കിടക്കാന്നാ തോന്നുന്നത്. എന്നാൽ ഇനി അവൾ എണീറ്റിട്ട് ചൂടാക്കാം. അമ്മേ, അമ്മ ശ്രദ്ധിച്ചോ? അവൾക്ക് എന്തോ ഒരു പ്രയാസം. വന്ന് കയറിയപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്തു പ്രയാസം? അമ്മ എന്നെ മറക്കണ്ട. അമ്മയ്ക്കും തോന്നിയില്ലേ? നമുക്ക് തെറ്റുപറ്റിയോ അമ്മേ? ആതിരയുടെ ഇഷ്ടം നോക്കാതാണോ വിവാഹം നടത്തിയത്? നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? ജനിച്ച വീടും അച്ഛനെയും അമ്മയൊക്കെ വിട്ടിട്ട് വന്നതല്ലേ. പുതിയ ചുറ്റുപാടുമായിട്ട് ഇണങ്ങിച്ചേരാൻ ബുദ്ധിമുട്ട് കാണും. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതെല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതല്ലേ. ഇതല്ല, എന്നോടെന്തോ ഇഷ്ടക്കുറവുള്ളതുപോലെ. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളിലേ ആയുള്ളൂ. എല്ലാം നേരെയാകുമെന്ന് സമാധാനിക്കേ. ഇന്നെന്താ പല്ലുതേപ്പും കുളിയൊക്കെ വേണ്ടാന്ന് വെച്ചോ? എന്താ സുഖമില്ലേ? ഇരിക്കെ. ആതിരയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് പറയാൻ മടിയാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയെ ഒരു അന്യായിട്ട് കാണരുത്. അമ്മ വെറും പാവാ. കാര്യമായിട്ട് എന്തോ പ്രയാസമുണ്ട്. മുഖം കണ്ടാലറിയാം. ഞാനത് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ എന്താണെന്നറിയാവോ? വീട് വിട്ട് നിൽക്കുന്നതിന്റെ ആണെന്ന്. അത് തന്നെയാവും കാരണമെന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. എന്തായാലും തുറന്നു പറയാൻ മടിക്കണ്ട. എനിക്കൊരു പ്രയാസമില്ല. നീ വേഗം കുളിച്ച് റെഡിയാവും. നമുക്ക് ഒന്ന് പുറത്തോട്ട് പോണം. ചെല്ല. അല്ല, ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഒരുങ്ങിയില്ലേ? ഞാൻ മരുന്നില്ല. അതെന്താ? എനിക്ക് നല്ല മൂടില്ല. അതിന്റെ കാരണമാ ചോദിച്ചത്. ഇവിടെ കാലെടുത്ത് കുത്തി അന്ന് പോലെ ശ്രദ്ധിക്കുന്നതാ. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയില്ല. എപ്പോഴും ഇങ്ങനെ മോൻ വീർപ്പിച്ചിരിക്കാൻ ഇവിടെ ഉള്ളവർ എന്ത് തെറ്റ് ചെയ്തു? ഞാനും അമ്മയും. ഇനി ഞാൻ പെരുമാറുന്ന ഇഷ്ടമാവുന്നില്ല, അത് പറയണം. ഒന്നും മിണ്ടാതെ പറയാതെ ഇരുന്ന നിന്റെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് ഞാൻ അങ്ങനെ അറിയും. അതല്ല, ഈ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നു എന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല? നന്ദാ, പറയാതിരുന്ന പിന്നെ എങ്ങനെയാ അമ്മേ? അത് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയില്ല. ഒച്ചയെടുത്ത് അയൽവക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നും വൈകുന്നേരം കുത്തി കുറിച്ച് എന്താണെന്ന് അറിയാമോ? അങ്ങനെ ഇപ്പൊ അറിയണ്ട. ഒരാളുടെ പേഴ്സണൽ ഡയറി വായിക്കുന്ന ശീലം അത്ര നല്ലതല്ല. വലിയ വക്കീലായിട്ട് ഇതൊന്നും അറിയില്ലേ? നമ്മളിടയിൽ എന്തോന്ന് പേഴ്സണൽ. ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. അത് വേ ഇതറേ. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് കൈ കടത്തണ്ട. അപ്പോ പിന്നെ എപ്പോ കൈ കടത്താം? പറയാം. ഒരു മുതുമുത്തശ്ശനായി പല്ലയൊക്കെ കൊഴിഞ്ഞ് വടിയും പിടിച്ചു നടക്കുന്ന ഒരു വയസ്സനായി നന്ദേട്ടൻ ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിയിരിക്കുമ്പോ ഞാൻ അടുത്തു വരാം. അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡയറി വായിക്കാം. മറക്കണമെന്ന് കരുതിയതും ഓർമ്മിക്കാൻ പാടില്ലാത്തതുമായ പലതും ഇതിലുണ്ടാവും. അന്ന് കിട്ടുന്ന ആ സുഖം ഇന്നിത് വായിച്ച പിന്നെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അന്ന് വായിക്കുന്നതല്ലേ സുഖം. മതിയെങ്കിൽ മതി.
ശിവശങ്കരൻ ചേട്ടൻ. അയ്യോ ഞാൻ മറന്നുപോയി. അല്ല, ഉണ്ണിത്താനെന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവള് മുടിയുടെ തുമ്പൊന്ന് ലെവൽ ചെയ്യാൻ ബ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് ഇതല്ലേ ഉള്ളൂ. കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ 1 കഴിഞ്ഞു. അല്ല, നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി. അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല, അതെന്ത് പറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താമെന്ന് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നുമില്ല. അതാ കുഴപ്പം. അല്ല ഉണ്ണിത്താനെ, ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. നേമനെ തറവാട്ടിലേ ഞാൻ. അല്ല പിന്നെ അല്ല, ദേ വരും നമ്മുടെ വസന്തകോവിലം. നമ്മുടെ വസന്തകോവിലേ? അല്ല, നമ്മുടെ. അല്ല, അതേന്ന്. ആണോ? നമുക്ക് പോകാൻ ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുറിക്കാൻ മുറിച്ച്. ആരോട് ചോദിച്ചോണ്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? റോഡാണ്, മോശമല്ലേ? പിന്നെ നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാനു ബാഹു. അത് നിനക്കറിയോ? ഓ, അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ. കല്യാണം കഴിഞ്ഞോടെ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ച ഉണ്ടായി. പിന്നെ അയ്യോ. പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്നൊരു സ്റ്റൈലിന് ആണുങ്ങൾക്ക് പറയാം. പക്ഷെ ഇത് നനച്ചുണക്കി ചുവന്നു നടക്കുന്നതിന്റെ കഷ്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ? അത് ശരിയാ. ഏത് ശരിയാ? എന്താ തന്റെ പേര്? ശിവശങ്കരൻ. ശിവശങ്കരൻ കേറ്. നന്നായിട്ട് കാറ്റ് കയറും. എന്തൊരു ഇത് സുഖം. എന്തോന്ന് അയ്യോ, സീറ്റ് ഇത്? അയ്യോ, അപ്പൊ ഞാനേ വരും. വരണ്ട. കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ അവിടെ മുടിഞ്ഞും മുടി തെളിച്ച ശവം. ഓട്ടോ. സത്യം പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്താ ആശങ്ക? കാലം തെറ്റിയുള്ള വിവാഹമാവുമ്പോ വല്ല പ്രേമനിരാശവും പിടിപെട്ട് കെട്ടുപ്രായവും കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക. ഇപ്പൊ ഉണ്ടോ? ഇല്ല. മറ്റൊരുവന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരുവളെ ഭാര്യയായി കിട്ടുന്നത് മഹാഭാഗ്യമാണല്ലേ? എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? ഉണ്ടോ? ദേ, നെഞ്ചിടിക്കുന്നുണ്ടല്ലേ? പേടിക്കണ്ട, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോന്തനും ഇല്ല. സത്യം? ദാ, സത്യമായിട്ടല്ലേ വിശ്വാസാവൂ? വേണ്ട, എനിക്ക് വിശ്വാസം. നന്ദേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ. തുറന്നു പറയണം, ആതിരയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് മാസം 3 ആയില്ലേ? എന്നെ ഇതുവരെ നന്ദേട്ടൻ കോടതിയിലൊന്ന് കൊണ്ടുപോയോ? അഡ്വക്കേറ്റ് നന്ദകുമാർ കോടതിയിൽ ഷൈൻ ചെയ്യുന്ന കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊതി കാണില്ലേ? അത്രേ ഉള്ളൂ. നല്ലൊരു കേസ് വരട്ടെ, അപ്പൊ കൊണ്ടുപോവാം. അപ്പൊ ഇപ്പൊ വക്കീലിന് കേസൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ ഉള്ളത് മോഷണം, പിടിച്ചുപറി, അതിർത്തി തർക്കം, ഇതൊക്കെയാ. ഗായത്രി മേനോൻ കൊലക്കേസിന്റെ വാദം തുടങ്ങട്ടെ, അപ്പൊ കൊണ്ടുപോവാം. മണി 12. തൽക്കാലം കേസ് കിട്ടഴിക്കണ്ട. ബെഡ്റൂം അതിനുള്ളതല്ല കേട്ടാ. ഞാൻ വീട്ടിൽ പോയിട്ട് വരിക. അമ്മ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. വക്കീലെന്തി വഴി തള്ളിട്ട് പോയ? അങ്ങനെ വഴി തള്ളിയിട്ട് പോകുന്ന വക്കീലല്ല. ഇവിടെ അടുത്തൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാ. ഇപ്പൊ എത്തും. എത്തിയല്ലോ. ഹായ്. എന്റെ അമ്മോ, ഭയങ്കര ആയുസാ. തല്ലി കൊന്നാലും ചാവൂല. നന്ദേട്ടാ, നമുക്ക് ഓഫീസിലൊന്ന് കയറാം. എനിക്ക് മിസ്സിസ് ആതിര നന്ദകുമാറിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. പണ്ടാണെങ്കിൽ ആരോടും ചോദിക്കാതെ പറയാതെ വിളിച്ചോണ്ട് പോകാമായിരുന്നു. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. അതിനെന്താ, നമുക്ക് പോകാലോ അല്ലേ? വന്നോന്ന് ആതിര നന്ദകുമാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് പോകാം. ഇനി ഇപ്പൊ ഓസിനൊന്നും പറ്റില്ല. അത് ശരിയാ. ജോലി ചെയ്യണമെങ്കിലേ ന്യായമായിട്ടുള്ള പേയ്മെന്റ് തന്നെ വരേണ്ടി വരും. പേയ്മെന്റ് തന്നില്ലെങ്കിലും മൈൻഡ് അങ്ങ് പേ ചെയ്തേക്കാം. മതിയോ? നിങ്ങൾ വിട്ടോ, ഞാൻ ബൈക്ക് വന്നോളാം. ഉണ്ണിയേട്ടൻ ഇത്ര ധൃതി വെച്ച് എങ്ങോട്ടാ? മരിക്കാൻ. കോടതിയിലോട്ട്. അല്ല പിന്നെ എങ്ങോട്ടാ? എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? ആ പതിവ് ഞാൻ നിർത്തി. അല്ല പോകുന്ന നിർത്താൻ എന്താ സർക്കാരിന് ആനുകൂല്യമാണോ? ഓ, അതിന്റെ കാരണം എനിക്കറിയേണ്ടത്. കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. തൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല.
നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കളഞ്ഞില്ലല്ലോ. ഉണ്ണിയേട്ടന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? ദാ. നിർത്തിക്കോ, പരുവുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്. എന്റെ കണ്ണു വെട്ടത്തു പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്ത പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തോന്ന് വെളുത്ത ആദിവാസിയാ. സാർ, ചന്ദ്രബാനുവിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിന് പെട്ടെന്ന് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ. ആ, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ തലയിറക്കം. നൗ ഷീസ് ഓക്കെ. അഡ്വക്കേറ്റ് നന്ദകുമാറിന് ഒരു ജൂനിയർ ഉണ്ടാകാൻ പോകുന്നു. റിയലി? വെരിഷിനോ? അകത്തുണ്ട്. ചെല്, ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് പോരാ. ഉറക്കമാണോ? ഏയ്, ഞാൻ കേട്ടത് നേരെ. ഏ? നന്ദേട്ടാ, ക്ലോക്കിൽ രണ്ടടിക്കുമ്പോഴും ഞാൻ ഉണർന്നു നടക്കായിരുന്നു. നന്ദേട്ടൻ എന്താ ഇവിടെ അങ്ങ് കിടന്നിളഞ്ഞത്? എവിടെങ്കിലും കിടന്നാ പോരെ? ഇന്നലെ രാത്രിയിലത്തെ മൂഡ് മാറിയില്ലെന്ന് തോന്നുന്നു. ചായ കുടിക്കേ. അവിടെ വെച്ചേക്ക്. നന്ദേട്ടൻ എന്തു പറ്റി? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഭാനുല്ലേ? ഇല്ലല്ലോ, എറണാകുളത്ത് പോയിരിക്കുക. എപ്പോ വരും? നാളെ വരും. ഹലോ. അമ്മയ്ക്ക് ഫോൺ കൊടുക്ക. നന്ദേട്ടാ, ഇത് ഞാനാ, ആതിര. അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ആരാ മോളെ? അമ്മയ്ക്ക് ഫോൺ. ഹലോ. നന്ദന, അവളോട് കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്താ കാര്യം? അമ്മ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എന്താ അമ്മേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇല്ല. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നന്ദേട്ടൻ എന്താ അമ്മേ പറഞ്ഞത്? നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ. അവൻ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതിയെന്ന്.